LDF സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാട് സ്വാഗതം ചെയ്യുന്നു. സമദൂരത്തിലെ ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിനോട് സ്വീകരിച്ചതെന്നും സുകുമാരൻ നായർ. NSS പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ. അയ്യപ്പ സംഗമത്തിലെ നിലപാടിൽ ജനറൽ സെക്രട്ടറിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി പ്രതിനിധികൾ. NSSനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയ നിലപാടെടുക്കാൻ NSSന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. UDFന്റേത് ഉറച്ച മതേതര നിലപാടാണെന്നും സതീശൻ പറഞ്ഞു. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ 5 പേരുടെ മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പ്രതികൾ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റിട്ടവരുടെ ഫോണുകളാണ് പിടിച്ചെടുത്തത്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ 150ഓളം വാഹനങ്ങളുടെ വിശദാംശങ്ങൾ കസ്റ്റംസ് ശേഖരിച്ചു. മുഴുവൻ വാഹന ഉടമകളുടെയും മൊഴിയെടുക്കും. നിരവധി വാഹനങ്ങൾ ഒളിപ്പിച്ചെന്നാണ് സംശയം. കസ്റ്റംസ് പോലീസിന്റെ സഹായം തേടി. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ലഡാക്കിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റി. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച ഇന്ന്. തർക്കം കാരണം കേരളത്തിന് എയിംസ് നഷ്ടപ്പെടരുതെന്ന് മന്ത്രി വീണ ജോർജ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 2 എയിംസ് അനുവദിച്ചു. കേരളത്തോട് വിവേചനം പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നാളെ വൈകുന്നേരത്തോടെ തീരുമാനിക്കാൻ ശ്രമം. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകൾ. ബിനു ചുള്ളിയിലിന് സാധ്യത. OJ ജനീഷും KM അഭിജിത്തും അബിൻ വർക്കിയും പട്ടികയിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. കുടുംബം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലെന്ന് പോലീസ്. മൊഴി വീണ്ടും എടുക്കും. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇടവ സ്വദേശി ഹസൻകുട്ടി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ വെള്ളിയാഴ്ച തിരുവനന്തപുരം പോക്സോ കോടതി വിധിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. UN-ൽ പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യ. ഭീകരതയെ പാകിസ്ഥാൻ മഹത്വവൽക്കരിക്കുകയാണെന്നും പാക് പ്രധാനമന്ത്രിയുടേത് അസംബന്ധ പരാമർശമാണെന്നും ഇന്ത്യ. മൂന്നാം കക്ഷി ഇടപെടൽ വേണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി. അണ്ടർ-17 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ഫൈനലിനിറങ്ങും. ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒരു കളിയും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. വൈകിട്ട് 6 മണിക്കാണ് മത്സരം.